ഹായ് ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനെയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കൊരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു സർക്കാർ ജോലി സ്വന്തമാക്കാം. അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോഴേ മുതൽ നിങ്ങൾ അതിന്റെ കൃത്യമായ ഒരു പാറ്റേൺ മനസ്സിലാക്കി ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇനി വരുന്ന നോട്ടിഫിക്കേഷൻ വരുന്ന എക്സാം വളരെ പെട്ടെന്ന് തന്നെയായിരിക്കും. ആ സമയത്തിനുള്ളിൽ, കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഏത് പോസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അതിനെ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ നമുക്കിവിടെ ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരുപാട് പേര് കേരള PSC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ കേരള PSCയിൽ നിന്ന് വ്യത്യസ്തമായി കേരള ഹൈക്കോടതി നടത്തുന്ന ഒരു പരീക്ഷയാണ് കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഡിഗ്രിക്ക് ഒരു 50% മാർക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പം കേരള ഹൈക്കോടതിയുടെ കീഴിൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് നമുക്കിനി വരാനായിട്ട് പോകുന്നത്. ഏകദേശം 39,000 മുതൽ 83,000 രൂപ വരെ ശമ്പളം ഇൻ ഹാൻഡ് കിട്ടുന്ന വളരെ നല്ലൊരു പോസ്റ്റാണ്. നിങ്ങളിവിടെ നിങ്ങൾക്ക് വേക്കൻസീസും കാര്യങ്ങളൊന്നും നോക്കണ്ട. ബിക്കോസ് ഓൾമോസ്റ്റ് ഇപ്പോൾ നമുക്കൊരു 100 എബോ വേക്കൻസീസ് മീൻസ് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പം ഇതിൽ കാണിച്ചിരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ടാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അഡ്വൈസ് പോകുമ്പം അതിൽ കൂടുതലും എന്ത് ചെയ്യാറുണ്ട്, അഡ്വൈസ് പോകുന്നുണ്ട്. അപ്പം ഈ ഒരു പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് വരുന്നത്. ഏജ് ലിമിറ്റ് നമുക്ക് പറയുന്നുണ്ട്. അപ്പം ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആളാണ്, ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠനം ആരംഭിക്കാം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഡിഗ്രി നിങ്ങൾക്ക് PG ലോ എൻട്രൻസോ എന്തുണ്ട്, ലോ ഡിഗ്രി എന്തുണ്ടെങ്കിലും മിനിമം ഒരു 50% മാർക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിന്റെ സെലക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 മോഡായിരിക്കും ഇതിന്റെ സെലക്ഷൻ ടെസ്റ്റ് അഥവാ സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് Tier 1 നിങ്ങൾക്കൊരു ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് ഒരു ചോദ്യം 4 ഓപ്ഷൻ, അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പിക്ക് ചെയ്യാം. ഇനി സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആയിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും 60 മിനിറ്റ്സ് ആയിരിക്കും, 60 മാർക്കാണ്. അതിനകത്ത് നമുക്ക് കോംപ്രിഹെൻഷനും ഷോർട്ട് എസ്സേസും പ്രിസൈസും, അത് ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതിയാകും. പിന്നീടാണ് നമുക്ക് ലാസ്റ്റ് ഇന്റർവ്യൂ വരുന്നത്. 10 മാർക്കിൻ്റെയാണ് വരുന്നത്. അതായത് അപ്പം മിനിമം മാർക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 35% മാർക്ക്, ദ റാങ്ക് വിൽ ബി 35% ഇൻ ദ ഇന്റർവ്യൂ. അപ്പോൾ ആ ഒരു മാർക്കോട് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ 3 സ്റ്റേജസ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ, നമ്മൾ പറയുമ്പോൾ വലിയ സ്റ്റേജ് ആയിട്ട് പറയും, പക്ഷേ നമ്മൾ PSCനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ജോലിയിലേക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. മറ്റൊരു കാര്യം കൂടിയുണ്ട്, നമുക്ക് ഈ 3 അതായത് Tier 1 Tier 2 ഒരുമിച്ച് ഒരു ഡേ ആയിരിക്കും നമുക്ക് എക്സാം വരുന്നത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് ഇത്ര % മാർക്ക് സ്കോർ ചെയ്യുന്നവരുടെ ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവിന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് നമുക്ക് ഇന്റർവ്യൂയിലേക്ക് പോകുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് പോകുന്നത്. ഇനി ഇതിൽ ജനറൽ ഇംഗ്ലീഷിനാണ് കൂടുതലായിട്ട് നമുക്ക് മാർക്ക് വരുന്നത്. 100-ൽ 50 മാർക്കോളം നമുക്ക് ജനറൽ ഇംഗ്ലീഷിനാണ് പോകുന്നത്. ഇനി GKക്ക് 40 മാർക്കാണ്. GKക്ക് 40 മാർക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയും കേരളം വരുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും വരുന്നുണ്ട്, ജനറൽ സയൻസ്, IT, കറണ്ട് അഫയേഴ്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ PSCക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് ഒരുപാട് ആഴത്തിലാണ് പഠിച്ചു പോകുന്നത്. പക്ഷേ നമ്മൾ SSC ലെവലിലേക്കൊക്കെയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്. SSC ലെവൽ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ, നിങ്ങൾ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ ബേസ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് ഇന്റർവ്യൂ ആണ് വരുന്നത്. ഇനി മീഡിയം ഓഫ് എക്സാം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിഗ്രി ലെവൽ ആവണം എന്നുള്ളത്. ഇനി ഇന്റർവ്യൂവിൽ മിനിമം മാർക്ക് ഫോർ ബീങ് ഇൻക്ലൂഡഡ് ഇൻ ദ ഷോർട്ട് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ടു ബി കോൾ ഫോർ ദ ഇന്റർവ്യൂ വിൽ ബി 40% ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് സ്കോർ ചെയ്തവരെ ആയിരിക്കും ഇന്റർവ്യൂവിന് എന്ത് ചെയ്യുന്നത്, അവർ വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഇന്റർവ്യൂ ഇവാലുവേഷൻ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഡിസ്ക്രിപ്റ്റീവിന് കട്ട് ഓഫ് അവിടെ പറയുന്നില്ല, നമുക്ക് ജസ്റ്റ് അവിടെ പാസ് മാർക്ക് കിട്ടിയാലും മതിയാകും. ആണല്ലോ. അപ്പോൾ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് 500 ആയിരിക്കും. നമുക്ക് നോട്ടിഫിക്കേഷൻ ഇതുവരെയായിട്ട് റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇയർ അവസാനത്തോട് കൂടിയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ദിവസം ഓൾറെഡി കിടക്കുന്നുണ്ട്. അപ്പോൾ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നല്ലൊരു ജോബ് തന്നെയാണ്.
സോ നിങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഇപ്പോഴേ മുതൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം പ്രിപ്പയർ ചെയ്യാൻ നല്ല സമയമുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ പാറ്റേൺ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് അതുപോലെ അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റിൻ്റെ രീതി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ബേസ് ക്ലാസ്സാണ് പോകുന്നത്. ഓരോ ദിവസം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി ടൈം ടേബിൾ പ്രകാരം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സസും ഡേ 5 വീക്ക്ലി മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലൈവ് ക്ലാസ്സസിൽ നമ്മൾ കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് PYQ സെഷനാണ്. കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള പാറ്റേൺസ് ആയിരിക്കും നമ്മൾ പറയുന്നത്. കംപ്ലീറ്റ്ലി എക്സാം ഓറിയന്റഡ് ആണ്. Tier 1, Tier 2, Tier 3 അതായത് നമ്മുടെ ഇന്റർവ്യൂ മുതലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പരിശീലനം തന്നിട്ടായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സ് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായി താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.